ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM ക്രിമിനലുകൾ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷിച്ചതിൽ ED അഡീഷണൽ ഡയറക്ടർ സ്പെഷ്യൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാകും റിപ്പോർട്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് അന്വേഷണ പുരോഗതി സ്പെഷ്യൽ ഡയറക്ടർ തേടിയിരുന്നു. മകൾ വീണയ്ക്കെതിരായ കള്ളപ്പണക്കേസ് അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ പോലീസ് അന്വേഷണ പുരോഗതി സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ അഡീഷണൽ ഡയറക്ടർ അഭ്യുദയ് A ആനന്ദിനോട് തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ റിപ്പോർട്ട് നൽകുന്നത്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതും പുറത്തിറങ്ങി ജാമ്യവ്യവസ്ഥ പ്രകാരം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടാനെത്തിയ മുൻ കൌൺസിലർ IP ബിനു അടക്കം ഇവിടെ ഓണം ആഘോഷിച്ചതും ഉൾപ്പെടുത്തിയുള്ളതാകും റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസിന്റെ വീഴ്ചയും ചൂണ്ടിക്കാട്ടും. പോലീസിലെ സ്വാധീനം കാണിക്കാനും ഇതുപയോഗിച്ച് സാക്ഷികളെ ഭീഷണിപ്പെടുത്താനുമാണ് പ്രതികൾ ശ്രമിച്ചത്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചതും റിപ്പോർട്ടിലുണ്ടാകും. ഇതിനൊപ്പം മാസപ്പടി കേസിലെ ED അന്വേഷണത്തിൽ സ്പെഷ്യൽ ഡയറക്ടർ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ചുള്ള പ്രതികളുടെ പ്രവൃത്തിക്ക് ഒത്താശ ചെയ്ത പോലീസ് നടപടിയിൽ അതൃപ്തി അറിയിച്ച് ED അഡീഷണൽ ഡയറക്ടർ അഭ്യുദയ് A ആനന്ദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയക്കുന്നുമുണ്ട്. ജനം, കൊച്ചി.